ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായിരിക്കുന്ന വചന പഠന പരമ്പരയുടെ 8ാമത്തെ രാത്രികാലം നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് അല്പസമയം താമസിപ്പാൻ ഇടയായി. ശാരീരിക ക്ഷീണങ്ങളൊക്കെയുമുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ വചന പഠനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രികാലം നമ്മൾ പഠിച്ചത്, ചിന്തിച്ചത് പുരാതനകാല ഭൂമിയും അതിൽ നിവാസികളും എന്നുള്ളതായിരിക്കുന്ന പഠനമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. ഇന്ന് പാഴും ശൂന്യവുമായിരിക്കുന്ന ഭൂമിയും അതിൽ നിവാസികളും എന്നുള്ളതായിരിക്കുന്ന പഠനവുമായിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഇന്നലത്തെ പുരാതനകാല ഭൂമിയും അതിൽ നിവാസികളും എന്നുള്ളതായിരിക്കുന്ന പഠനം കേൾക്കുകയും കാണുകയും ചെയ്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കൊണ്ട് നിർത്തിയത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായും ഇരുന്നു എന്നുള്ളതായിരിക്കുന്ന ഭാഗത്തുകൊണ്ടാണ് ഇന്നലെ രാത്രികാലം നിർത്തുവാൻ ഇടയായത്. ഇന്ന് രാത്രികാലം നമ്മൾ ഈ എപ്പിസോഡിൻ്റെ 8ാമത്തെ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത് സദൃശ്യവാക്യം, ക്ഷമിക്കണമേശിയ പ്രവാചകൻ്റെ ആ പുസ്തകം പ്രവചനം അതിൻ്റെ 45-ന്റെ 12ാമത്തെ വാക്യം ഞാനിവിടെ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ച് ആക്കിയിരുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ ഇവിടെ യഹോവയായ ദൈവത്തിൻ്റെ സ്തോത്രം, ഞാനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരാണ് ഞാൻ എന്ന് നമുക്ക് ദൈവവചന വെളിച്ചത്തിൽ പഠിപ്പാനിടയാകും. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ദൈവത്തോട് പേര് ചോദിപ്പാനിടയായി. അയാ മോസസ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളതായിരിക്കുന്ന പേരാണ് ദൈവം നൽകുവാനിടയായത്. അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ എടുത്തു പറയുകയാണ്, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരുന്നു. അപ്പോൾ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവിടെ പറയുകയാണ്, സകല സൈന്യത്തെയും ഞാൻ അതിൽ ആക്കി എന്നാണ് അവിടെ വായിപ്പാനിടയാകുന്നത്. അതിൻ്റെ ആ 18ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവനതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ എന്ന് വായിക്കുന്നു, അതിനെ നിർമ്മിച്ചത്. അപ്പോൾ ഇവിടെ ഒരു സൃഷ്ടിച്ച ഭൂമിയും ഒരു നിർമ്മിച്ച ഭൂമിയെയും നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്തുക എന്നാണ്. പ്രൈസ് ദി ലോർഡ്. നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ
ഉള്ളതായിരിക്കുന്ന വസ്തുവിൽ നിന്നും രൂപഭേദം ചെയ്ത് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ ഇടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു തിരുവചനം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ ഇവിടെ ഇന്ന് ചിന്തിക്കുന്നത് പാഴും ശൂന്യവും ആയിരിക്കുന്ന ഭൂമിയിൽ നിവാസികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാനിടയാകുന്നത്. അപ്പോൾ പുരാതന ഭൂമിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം ഏകദേശം പഠിക്കുന്ന ഒരു വേദ പഠിതാവിന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ഗോളങ്ങളെയും ഗോളാന്തര ഗോളങ്ങളെയും അഥവാ അതിനു മുമ്പ് നക്ഷത്രമണ്ഡലങ്ങളെയും സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും പുരാതന സ്വർഗത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പുരാതനകാല ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏകദേശം പ്രൈസ് ദി ലോർഡ് ഭൂതകാല നിത്യതയുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം 1370 കോടി വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്തു ചെയ്യാണ്? പുരാതന സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും ഗോളങ്ങളെയും ഗോളാന്തരങ്ങളെയും അതിലുള്ളായിരിക്കുന്ന സകല അദൃശ്യ ജീവികളെയും സൃഷ്ടിപ്പാനിടയായി എന്ന ഒരു പഠനം നമുക്ക് കാണുവാനിടയാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വലിയ വേദ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. അത് കോടാനുകോടി വർഷങ്ങൾ പ്രൈസ് ദി ലോർഡ് സ്വർഗവും സ്വർഗാദി സ്വർഗവും പുരാതന സ്വർഗവും ഗോളങ്ങളും ഗോളാന്തര ഗോളങ്ങളും അതിലുള്ളായിരിക്കുന്നതായ ലൂസിഫറും പ്രൈസ് ദി ലോർഡ് അതിലുള്ളായിരിക്കുന്നതായ ലൂസിഫറും സറാഫുകളും കെറൂബുകളും പ്രൈസ് ദി ലോർഡ് കോടാനുകോടി ദൂതന്മാരെയും നമുക്ക് കാണുവാനിടയാകും. എന്നാൽ അതിൻ്റെ ശേഷമായിട്ടാണ് സർവശക്തനായ ദൈവം പാർപ്പിനായിട്ട് ഭൂമിയെ സൃഷ്ടിപ്പാനിടയായത്. പുരാതന ഭൂമിയെ അതേക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് അവൻ ഭൂമിക്കടിസ്ഥാനമിടുമ്പോൾ പ്രൈസ് ദി ലോർഡ് പ്രഭാത നക്ഷത്രങ്ങളെല്ലാം എന്ത് ചെയ്യാണ്? ആർക്കുവാനിടയായി. ഒന്നുകൂടി നമ്മൾ ഇറങ്ങി പഠിച്ചാൽ പുരാതനകാല ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിടുമ്പോൾ ഗോളങ്ങളും ഗോളാന്തര ഗോളങ്ങളും സ്വർഗവും സ്വർഗാദി സ്വർഗവും പുരാതന സ്വർഗവും അതിലുള്ളായിരിക്കുന്നതായ ലൂസിഫർ മുതലുള്ളായിരിക്കുന്ന സറാഫുകളും കെറൂബുകളും ദൂതന്മാരും ദൈവപുത്രന്മാരും എല്ലാം ദൈവസന്നിധിയിൽ അവിടെ കാണുവാനിടയാകുന്നുണ്ട്. അത് കോടാനുകോടി വർഷങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമായിട്ടാണ് അവൻ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിപ്പാനിടയാകുന്നു. അവൻ ഭൂമിക്കടിസ്ഥാനമിട്ടു. ആ ഭൂമിക്കടിസ്ഥാനമിട്ടതായിരിക്കുന്നതായ ആ ഭൂമിയുടെ പ്രായപരിധി, അതുപോലെ തന്നെ ആ ഭൂമി എത്ര നാൾ ഉണ്ടായിരുന്നുവെന്ന ഒരു പഠനങ്ങളാ പ്രൈസ് ദി ലോർഡ് വാനഗോള ശാസ്ത്ര ഗവേഷകന്മാർ ഗോളാന്തര ഗോളങ്ങളെ നിരീക്ഷിച്ച് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഭൂഗർഭ ശാസ്ത്ര ഗവേഷണ നിരീക്ഷകന്മാരുടെ പ്രൈസ് ദി ലോർഡ് നിരീക്ഷണത്തിൽ പുരാതനകാല ഭൂമിയുടെ പ്രായം അഥവാ അതിൻ്റെ കാലദൈർഘ്യം പറഞ്ഞിരിക്കുന്നത് ഏകദേശം 500 കോടി പ്രൈസ് ദി ലോർഡ് പ്രായങ്ങൾ ഭൂഗർഭ ശാസ്ത്ര ഗവേഷണ നിരീക്ഷകന്മാർ പറഞ്ഞിട്ടുണ്ട്. പുരാതനകാല ഭൂമിക്ക് 500 പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പുരാതനകാല ഭൂമിക്ക് ഏകദേശം 5000 പ്രൈസ് ദി ലോർഡ് കോടി വർഷങ്ങൾ നമുക്ക് കാണുവാനിടയാകുന്നു. പ്രൈസ് ദി ലോർഡ് 5000 കോടി വർഷങ്ങൾ നമുക്ക്
കാണുവാനിടയാകുന്നു. അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല. കർത്താവിൻ്റെ വലിയദാസൻ ഡോക്ടർ എം എ വർഗീസ് ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്നുള്ളതായിരിക്കുന്ന പുസ്തകത്തിലും കർത്താവിൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന വേദപണ്ഡിതനായിരിക്കുന്നതായ എം എ വർഗീസ് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാനിടയാകും. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്നുള്ളതായിരിക്കുന്ന പുസ്തകത്തിൽ താൻ പറഞ്ഞിരിക്കുന്ന വർഷം ഏകദേശം 5000 കോടി വർഷം പുരാതനകാല ഭൂമി ആയിരുന്നു എന്ന് കാണുവാനിടയാകുന്നു. ആ ഭൂമിയിൽ പാർത്തുകൊണ്ടിരുന്നതായിരിക്കുന്ന അവരെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാൻ കഴിഞ്ഞ ദിവസം ദൈവം നമ്മെ ഇടയാക്കി. സദൃശവാക്യം 8:31 വായിക്കുമ്പോൾ 5000 കോടി പ്രായമുണ്ടായിരുന്നതായിരിക്കുന്ന കാലദൈർഘ്യത്തിൽ ജീവിച്ചിരുന്ന ഉണ്ടായിരുന്നതായിരിക്കുന്ന ആ പുരാതനകാല ഭൂമിയിൽ അവിടെ പാർത്തിരുന്നവരെ കുറിച്ച് പറയുന്നത് നമ്മൾക്ക് സദൃശ്യവാക്യം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു, എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടു കൂടെ ആയിരുന്നു. പലരും പറയാറുണ്ട് ഇത് എന്ത് ചെയ്യാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് ആണ് എന്ന്. യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നു എന്നാണ് അവിടെ വായിപ്പാനിടയാകുന്നത്. അവൻ്റെ ഭൂതലത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭൂതലത്തിൽ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്നതായ 5000 കോടി വർഷങ്ങൾ ഉണ്ടായിരുന്നതായിരിക്കുന്ന പുരാതനകാല ഭൂമിയിൽ പാർത്തിരുന്നത് ലൂസിഫർ ആയിരുന്നു. അഥവാ ആദിമ ഭൂമിയല്ല, ഇവിടെ പുരാതനകാല ഭൂമിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുരാതനകാല ഭൂമിയുടെ വർഷം കാലദൈർഘ്യം പറയുന്നത് ഹല്ലേലൂയ 5000 കോടി വർഷമായിരുന്നു. അവിടെ പാർത്തുകൊണ്ടിരുന്നതായിരിക്കുന്ന ആ മനുഷ്യരെ കുറിച്ച് ഇവിടെ പറയാണ്, അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു, എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നുവെന്ന്. ഇവിടെ അസ്ഥിയും മജ്ജയും മാംസവുമില്ലാത്തതായിരിക്കുന്ന ദൂതന്മാർക്ക് തുല്യമായിരിക്കുന്ന മനുഷ്യവർഗമായിരിക്കുന്ന ജാതികളായിരുന്നു ഇവിടെ പാർത്തുകൊണ്ടിരുന്നത്. അഥവാ പുരാതനകാല ഭൂമിയിൽ പാർത്തുകൊണ്ടിരുന്നത് അസ്ഥിയും മജ്ജയും മാംസവുമില്ലാത്തതായിരിക്കുന്ന മനുഷ്യരായിരുന്നു. അവർക്ക് അസ്ഥിയില്ല, മജ്ജയില്ല, മാംസമില്ല. പ്രൈസ് ലോർഡ്. ഈ പുരാതനകാല ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്വർണ്ണഗോളത്തിന് തുല്യമായിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ പാർക്കുന്നതായിരിക്കുന്ന ഭൂമി എന്ത് ചെയ്യാണ്, കത്തി എരിഞ്ഞ ചാമ്പലായി ആ കാറ്റത്തെ പതിർ പോലെ പറന്നുപോയി ആകാശം എന്ത് ചെയ്യാണ്, ചുരുൾ പോലെ മാറിക്കഴിയുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും വിശുദ്ധന്മാർ അവരാണ്. ആരാണ് ഇന്ന് ഈ ഭൂമിയിൽ ദേഹവും ദേഹിയും ആത്മാവുമുള്ളതായിരിക്കുന്നതായ ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യർ അന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയിലും എങ്ങനെയുള്ളവരായിരിക്കും? അസ്ഥിയും മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്ന ഒരു മനുഷ്യവർഗമായിരിക്കുന്ന ആത്മീയ ജീവികൾ ആയിരിക്കുന്നത് പോലെ തന്നെ പുരാതനകാല ഭൂമിയിൽ ആരായിരുന്നു? ദൈവത്തിന്റെ വായിൽ ശ്വാസത്താൽ മറ്റുള്ള ഗോളങ്ങളെ ദൈവം ദൂതന്മാരെയും സാറാഫുകളെയും കെരൂബുകളെയും ദൈവപുത്രന്മാരെയും മറ്റുള്ളതായിരിക്കുന്ന ജീവികളെ ആക്കി വെച്ചതുപോലെ തന്നെ പുരാതനകാല ഭൂമിയിൽ അഥവാ 5000 കോടി വർഷം കാല ദൈർഘ്യമുള്ളതായിരിക്കുന്ന പ്രായമുള്ളതായിരിക്കുന്നതായ ഭൂമിയിൽ പാർത്തുകൊണ്ടിരുന്നത് മനുഷ്യവർഗമായിരുന്നു. അവർക്ക് എന്ത് ചെയ്യാണ്? അസ്ഥിയും മജ്ജയും മാംസവുമില്ലായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാനിടയാകുന്നു. എന്നാൽ ലൂസിഫർ
സ്വർഗത്തിലായിരിക്കുകയും ലൂസിഫർ സ്വർഗത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്യാണ്? ഗോളാന്തര ഗോളങ്ങളിലൂടെ യാത്ര ചെയ്യുവാനും ഭൂമിയിൽ കടന്നു വരുവാനും അവൻ എന്ത് ചെയ്യാണ്? ദൈവം അഗ്നിമരതങ്ങൾ നൽകുവാനിടയായിരുന്നു. അഗ്നിമരതങ്ങളെ ദൈവം നൽകി. അഥവാ 9 വിധമായിരിക്കുന്ന രക്തങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതായിരിക്കുന്ന ലൂസിഫറിന് ദൈവം അപ്പോൾ തന്നെ കോടാനുകോടി ദൂതന്മാർ, സറാഫുകൾ, കെരൂബുകൾ അവനോട് കൂടെയുണ്ട്. പ്രൈസലോ. അവൻ എന്ത് ചെയ്യാണ്? അഗ്നിമരതങ്ങളിൽ കയറി അവൻ ഭൂമിയിൽ ഇറങ്ങുവാനിടയായി. അവൻ എന്ത് ചെയ്യാണ്? 5000 കോടി പ്രകാശവർഷങ്ങൾ പ്രൈസലോ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാണ്? പുരാതനകാല ഭൂമിക്ക് അതിൻ്റെ കാലപരിധി, അതിൻ്റെ പ്രായം 5000 കോടി വർഷമായിരുന്നു എന്നുള്ളതായിരിക്കുന്നൊരു പഠനം. പ്രൈസലോ. ഞാൻ പറയുന്നതല്ല, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നതായ M.A. വർഗീസ് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുസ്തകത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്നുള്ളതായിരിക്കുന്ന പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുരാതനകാല ഭൂമിക്ക് 5000 കോടി വർഷം പ്രായമുണ്ടായിരുന്നുവെന്ന് അവിടെ കാണുവാനിടയാകുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ലൂസിഫർ എന്ത് ചെയ്യാണ്? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താണ് അവന്റെ പാപം? അവന്റെ പാപം അഹങ്കാരമായിരുന്നു. അവൻ എവിടെ വെച്ചാണ് പാപം ചെയ്യുന്നത്? അവൻ ദീർഘകാലം വസിച്ചതായിരിക്കുന്ന ഈ ഭൂമിയിൽ വെച്ച് അവൻ എന്ത് ചെയ്യാണ്? അഹങ്കരിപ്പാനിടയായി. എന്തായിരുന്നു അവന്റെ അഹങ്കാരം? നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തിൽ നിന്നും വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? ഇവിടെ ജാതികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യനുണ്ടായതിൻ്റെ ശേഷമായിട്ട് ആദിമ ഭൂമിയിൽ ആദിമ മനുഷ്യനായിരിക്കുന്ന പ്രൈസലോ ആദാമും ഔവായും അഥവാ മനുഷ്യജാതിയെ കാണുവാനിടയാകുന്നു. വീണ്ടും നിമ്രോദിന്റെ കാലത്ത് വരെയും ഒരേ ഭാഷയായിരുന്നു. ഭാഷ കലക്കിക്കഴിഞ്ഞപ്പോൾ പല ജാതികളെ നമുക്ക് കാണുവാനിടയാകുന്നു. വീണ്ടും നമുക്ക് പഠനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നത് ഹോവയായ ദൈവം അബ്രഹാമിനെ കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നും വിളിച്ച് ഇറക്കി. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബിന്റെ മകനായിരിക്കുന്ന രൂബേൻ മുതൽ ബെന്യാമിൻ വരെയുള്ളതായിരിക്കുന്നതായ 12 ഗോത്രപിതാക്കന്മാർ അവർ തിരികെയും പ്രൈസ് ദി ലോർഡ് അവരിലൂടെ പ്രൈസ് ദി ലോർഡ് ഒരു ഇസ്രായേൽ ജാതിയെ യാക്കോബിലൂടെ ദൈവം കാണുവാനിടയായി. അതാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ജാതി, യഹൂദ ജാതി. അപ്പോൾ തന്നെ യഹൂദ ജാതി ഒഴിച്ച പ്രൈസ് ദി ലോർഡ് അനേക ജാതികളെ നമുക്ക് കാണുവാനിടയാകും. അതൊഴിച്ച പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവമില്ലാത്തതായിരിക്കുന്ന സകല ജാതികളെയും ദൈവത്തിനൊരു ജാതിയുണ്ട്. അത് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കുന്നതായിരിക്കുന്ന ദൈവസഭയാകുന്ന ജാതിയാണ്. ആ ജാതിയെക്കുറിച്ച് നമുക്ക് പഠിപ്പാനിടയാകുന്ന ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം എന്നാണ് കാണുവാനിടയാകുന്നത്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്നതായ കുബേരനായിരുന്നാലും കുചേലനായിരുന്നാലും ദരിദ്രനായിരുന്നാലും ധനവാനായിരുന്നാലും കറുത്തവനായിരുന്നാലും വെളുത്തവനായിരുന്നാലും അവരെല്ലാം യഹോവയായ ദൈവത്തിൻ്റെ ജാതിയാണ് എന്ന് കാണുവാനിടയാകുന്നു. എന്നാൽ ഇതിൽ നിന്നും എല്ലാം വേർപെട്ട് നിൽക്കുന്നതായിരിക്കുന്ന ഒരു ജാതിയാണ് നമുക്കിവിടെ കാണുവാനിടയാകുന്നത്. അത് ലൂസിഫർ അഥവാ ദൂതന്മാർ, കെരൂബുകളും സാറാഫുകളും ഉള്ളതായിരിക്കുന്ന പുരാതനകാല ഭൂമിയിൽ ഒരു ജാതിയെ നമ്മളിവിടെ കാണുകയാണ്. നീ എങ്ങനെ ആകാശത്തിൽ നിന്നും വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ
വെട്ടേറ്റ നിലത്തു വീണു. ഇവിടെ പറയുന്ന ജാതി എന്ന് ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ പറയുന്നത്, സ്തോത്രം, ഏതാണ്? അസ്ഥിയും മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്ന പുരാതനകാല ഭൂമിയിൽ ആയിരുന്നതായിരിക്കുന്ന മനുഷ്യജാതിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ജാതിയെ കുറിച്ചാണ് ദൈവം പറയുന്നത്. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ നിലത്തു വീണു എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവൻ, പ്രൈസ് ദി ലോർഡ്, ലൂസിഫർ, ദൈവത്താൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്താൽ അവൻ വെട്ടേറ്റ നിലത്തു വീണെന്നപ്പോൾ സർവശക്തനായ ദൈവം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 23, 24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശം ഇല്ലായിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്, കുന്നുകൾ എല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല എന്നാണ് വായിക്കുന്നത്. ഒരു മനുഷ്യനെയും ഭൂമിയിൽ കണ്ടില്ല. ഏത് ഭൂമിയിലാണ്? പുരാതനകാല ഭൂമിയിൽ അസ്ഥിയും മജ്ജയും മാംസവും ഉള്ളതായിരിക്കുന്ന മനുഷ്യവർഗത്തിൽ വർഗമതിയാണ് ലൂസിഫർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, അവൻ പുരാതനകാല ഭൂമിയിൽ പാർത്തുകൊണ്ടിരുന്നപ്പോൾ, അവൻ ആകാശത്തിൽ കയറുമെന്നും സ്വർഗത്തിൽ കയറുമെന്നും സ്വർഗാദി സ്വർഗമാകുന്നതായ പുരാതന സ്വർഗത്തിൽ കയറി നിത്യ സിയോന്റെ മുകളിൽ ഞാൻ എൻ്റെ വാസസ്ഥലം വെച്ചു വാണരുളുമെന്ന് അവൻ എന്ത് ചെയ്യാണ്? 9 വിധമായിരിക്കുന്ന രത്നങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതായിരിക്കുന്നതായ ലൂസിഫർ ആ ഭൂമിയിലുള്ളതായിരിക്കും അവനോടൊപ്പമായിരിക്കുന്ന കോടാനുകോടി ദൂതന്മാരെയും അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് ആ ഭൂമിയിലായിരിക്കുന്നതായ മനുഷ്യവർഗത്തെയും, അഥവാ അസ്ഥി മജ്ജയും മാംസവുമില്ലാത്തതായിരിക്കുന്ന ദൂതന്മാർക്ക് തുല്യമായിരിക്കുന്നതായ മനുഷ്യവർഗത്തെയും അവൻ കൂട്ടിപ്പിടിച്ച അവൻ ഉയരങ്ങളിലേക്ക് കയറിയപ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന വാളാകുന്ന ക്രിസ്തു എന്തിയാണ്? വചനമാകുന്ന വാളുകൊണ്ട് അവനെ വെട്ടി. അങ്ങനെ ദൈവസന്നിധിയിൽ ഭൂമി പാഴും ശൂന്യവുമായി തീരുവാനിടയായി. ആ ഭൂമിയെ ദൈവം നോക്കിയപ്പോൾ ദൈവം പറയാണ്, ഞാൻ ഭൂമിയെ നോക്കി അവിടെ മനുഷ്യരെ കാണുന്നില്ല. ഈ വചന പഠനത്തിന് അത് ശരിയല്ല, അത് ദുരുപദേശമാണ്, അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ആദിമഭൂമിയിൽ ആദാമിനെ ദൈവം, ഹവ്വായെ ദൈവം സൃഷ്ടിച്ചിട്ട ആ സൃഷ്ടി മുതൽ ഇന്ന് നാം പാർക്കുന്നതായിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രൈസ് ദി ലോർഡ് 2022 പ്രൈസ് ദി ലോർഡ് ഈ ജനുവരി മാസം 8-ാം തീയതി വരെ ഈ ഭൂമിയിൽ മനുഷ്യൻ ഭൂമിയിൽ ഇല്ലാഞ്ഞതായിരിക്കുന്ന ഒരു കാലം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിന് മറുപടി പറയാം. എന്നാൽ ഇവിടെ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനായിരിക്കുന്ന ലൂസിഫർ വെട്ടേറ്റു കഴിഞ്ഞപ്പോൾ അവയായ ദൈവം ഭൂമിയെ എന്ത് ചെയ്യാണ്? പാഴും ശൂന്യവും ആക്കി തീർക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഭൂമിയെ അവയായ ദൈവം പാഴും ശൂന്യവും ആക്കി തീർത്തു. പാഴും ശൂന്യവുമായി തീർന്നതായിരിക്കുന്ന ഭൂമി, അതിലെ നിവാസികളുമാണ് നമ്മുടെ പഠന ചിന്ത. പ്രൈസ് ദി ലോർഡ്, പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമിയുടെ ഏകദേശം 1 കോടി വർഷത്തോളം ഈ പുരാതനകാല ഭൂമി പാഴും ശൂന്യമായി കിടന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. ഏകദേശം പുരാതനകാല ഭൂമി പ്രൈസ് ദി ലോർഡ് 5000 കോടി വർഷം അവിടെ മനുഷ്യജാതി പാർത്തുവെങ്കിൽ
ലൂസിഫറും ദൂതന്മാരും പാർത്തുവെങ്കിൽ ആ ഭൂമിയെ സർവശക്തനായ ദൈവം എന്ത് ചെയ്യാണ്? ആ ഭൂമിയെ പാഴും ശൂന്യമാക്കി തീർത്തു എന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രൈസലോ പറഞ്ഞിരിക്കുന്നു. 100 കോടി വർഷങ്ങൾ ഭൂമി പാഴും ശൂന്യമായി വരുന്നു എന്നാണ് വായിപ്പാനിടയാകുന്നത്. ഭൂമി 100 കോടി വർഷങ്ങൾ പാഴും ശൂന്യമായി തീർന്നു. സ്തോത്രം. ദൈവം എന്തിയാണ്? ആ ഭൂമിയുടെ മുഖത്ത് ആയിരിക്കുന്ന ലൂസിഫറും കോടി അവനോടൊപ്പമായിരുന്നായിരിക്കുന്ന ദൂതന്മാർ, അഥവാ സാത്താനും പൈശാചികങ്ങളും, അപ്പോൾ തന്നെ ഭൂമിയിൽ ആയിരുന്നതായിരിക്കുന്ന അസ്ഥിയും മജ്ജയും മാംസമില്ലാത്തായിരിക്കുന്ന ജനവർഗങ്ങളും കോടാനുകോടി അസ്ഥി മജ്ജ മാംസമില്ലാത്തതായിരിക്കുന്ന ദൈവത്തെ ഏകദേശം 5000 കോടി വർഷം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നായിരിക്കുന്നതായ മനുഷ്യവർഗത്തെ എന്തിയാണ് ലൂസിഫർ തെറ്റിച്ചു കഴിഞ്ഞപ്പോൾ, അവന്റെ നിഷ്കളങ്കതയും നിർമ്മലയും വിട്ട അവന്റെ അഹങ്കാരം നിമിത്തം പാപം ചെയ്തപ്പോൾ യഹോവയായ ദൈവം എന്തിയാണ് ആ ഭൂമിയിലെ നിവാസികളായിരുന്നതായ ഹല്ലേലൂയ ആരാധനയിലേറായിരുന്ന ലൂസിഫറിനെയും അതുപോലെ തന്നെ ഭൂമിയിലായിരുന്നായിരിക്കുന്ന ദൂതന്മാരെയും ദൈവപുത്രന്മാരെയും മനുഷ്യവർഗത്തെയും, അത് വാസ്തി മജ്ജയും മാംസവും ഇല്ലാത്തായിരിക്കുന്ന മനുഷ്യവർഗത്തെയും വീണ്ടും അവരെന്തിയാണ് അതനുഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവം ഭൂമിയെ പാഴും ശൂന്യവുമാക്കി കളഞ്ഞു. അങ്ങനെ ആ ഭൂമി എത്ര നാൾ പാഴും ശൂന്യമായിരുന്നു? 1000 കോടി വർഷം. നമ്മൾ ഈ പാർക്കുന്നതായിരിക്കുന്ന ഭൂമി BC 4000-ഉം AD 2000-ഉം ആകുമ്പോൾ ഏകദേശം നമ്മൾ പഠിക്കുന്നത് തീർന്നുവെന്നുള്ളതല്ല. ഭൂമിയെ സൃഷ്ടിച്ചവനായ യഹോവയായ ദൈവം പാർപ്പിനത്രേ സൃഷ്ടിപ്പാനിടയായത്. എന്നാൽ ദൂതന്റെ പാപത്താൽ, അല്ലെങ്കിൽ ആ മനുഷ്യവർഗത്തിന്റെ പാപത്താൽ എന്തിയാണ് ഭൂമി 1 കോടി വർഷം ഹല്ലേലൂയ ശൂന്യമായി പാഴായി തീർന്നു. അപ്പോൾ ആ പാഴും ശൂന്യവുമായി തീർന്നതായിരിക്കുന്ന ഭൂമി കായിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രൈസലോ കായിൻ മുതൽ പ്രൈസലോ പഴയ നിയമ അവസാനമായിരിക്കുന്ന ക്രൂശിൽ കിടന്നുകൊണ്ട് വിശ്വസിക്കാത്ത കള്ളൻ വരെയും മരിച്ചാൽ അവന്റെ ആത്മാവെടുതിയാണ് യാതനാ സ്ഥലത്താണ് കടന്നു പോകുന്നത്. ഹാബേൽ മുതൽ ഹല്ലേലൂയ ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനമായി മരിച്ചതായിരിക്കുന്നതായ വിശ്വസിച്ച കള്ളൻ വരെയും അവരുടെ ആത്മാവ് എവിടെ കടന്നു പോകുന്നു? പഴയ നിയമ പറുദീസയിൽ കടന്നു പോകുന്നു. പ്രൈസലോ. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു വിശുദ്ധൻ മരിച്ചാൽ അവന്റെ ജീവൻ ആത്മാവും കർത്താവിനോടുകൂടെ പിതാവിൽ മറയപ്പെടുന്നു എന്നാണ് വായിക്കുന്നത്. പുതിയ നിയമത്തിൽ ഒരു രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ഒരു അശുദ്ധൻ മരിച്ചാൽ, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെടാത്തതായിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ അവന്റെ ജീവനും ആത്മാവും യാചനാ സ്ഥലത്താണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുരാത്മാക്കൾ പ്രൈസലോ ഏതാണ്? പുരാതനകാല ഭൂമിയിൽ ഏകദേശം 5000 കോടി വർഷത്തോളം ദൈവത്തിന്റെ വായിലെ ശ്വാസങ്ങളെ കൊണ്ട് ഉളവായിരിക്കുന്നതായ അസ്ഥി മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്ന മനുഷ്യവർഗമായിരിക്കുന്ന ജാതികൾ, അഥവാ താഴ്ത്തിക്കളഞ്ഞവനായ ദൈവം താഴ്ത്തിക്കളഞ്ഞതായിരിക്കുന്ന അവരുടെ ആത്മാക്കളാണ് ദുരാത്മാക്കൾ എന്ന് കാണുവാനിടയാകുന്നത്. അങ്ങനെ പാഴും ശൂന്യവുമായിരിക്കുന്നതായ ഈ ഭൂമിയിൽ പ്രൈസലോ ആരായിരുന്നു? പ്രൈസലോ അന്ധകാരത്തിന്റെ മധ്യത്തിൽ ദുരാത്മാക്കളും അതുപോലെ തന്നെ സാത്താനും പൈശാചിക ശക്തികളായിരിക്കുന്നതായ കോടാനുകോടി
വീണ്ടു പോയതായിരിക്കുന്ന ദൂതന്മാരും, ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നാ പ്രൈസലോ വീണതായിരിക്കുന്ന, വെട്ടി വീഴ്ത്തിയതായിരിക്കുന്നതായ സത്താൻ, പ്രൈസലോ അവൻ എവിടെ ഉണ്ടായിരുന്നു? അവൻ പുരാതനകാല ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവനോട് കൂടെയായിരുന്നായിരിക്കുന്ന കോടാനുകോടി ദൂതന്മാർ എവിടെ ഉണ്ടായിരുന്നു? പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്നു. പ്രൈസലോ അപ്പോൾ തന്നെ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനായിരിക്കുന്നതായ പ്രൈസലോ ദൈവം പറയുന്നു, ജാതികൾ അഥവാ അസ്ഥി മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്നതായ ഈ മനുഷ്യവർഗത്തിന്റെ ആത്മാക്കൾ ദുരാത്മാക്കളായിട്ട് എന്തുണ്ട്? പാഴും ശൂന്യവുമായിരിക്കുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇതാ അന്നു മുതൽ പ്രൈസലോ അവസാന നിമിഷം 1000 ആണ്ടു വാഴ്ചയുടെ മുമ്പ് വരെ ഇവർ ഉണ്ടാകും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസലോ കർത്താവായ യേശുക്രിസ്തു സഭയെടുക്കപ്പെട്ടതിൻ്റെ ശേഷമായിട്ട് 7 വർഷം കഴിയുമ്പോൾ ഒലുമലയിൽ കർത്താവ് തന്റെ വിശുദ്ധ സമയമായിരിക്കുന്ന മണവാട്ടിയുമായിട്ട് കടന്നു വരുമ്പോൾ പ്രൈസലോ എന്തിയാണ്? സാത്താൻ ആന്റിക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ഗോഗ് പ്രൈസലോ ഹർമഹോദോ യുദ്ധത്തിന് വേണ്ടി കടന്നു വരുവാനിടയാകും. അപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഭൂലോകത്തിന്റെ മധ്യസ്ഥലമായിരിക്കുന്ന യെരൂശലേമിന്റെ മധ്യത്തിൽ സിംഹാസനം വെച്ച് വാണരുളുമ്പോൾ പ്രൈസലോ വിശുദ്ധന്മാരാകുന്ന ദൈവസഭ അസ്ഥി മജ്ജയും മാംസമുള്ളവരായി ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നതായിരിക്കുന്ന വിശുദ്ധ മണവാട്ടിയാകുന്നതായിരിക്കുന്ന മണവാട്ടി സഭയുമായിട്ട് കടന്നു വരുമ്പോൾ അസ്ഥി മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്ന ദൂതന്മാർക്ക് തുല്യമായിരിക്കുന്നതായ ഹല്ലേലൂയ ആത്മീയ ജീവികളായി നമ്മൾ കടന്നു വരുമ്പോൾ പ്രൈസലോ ഈ യുദ്ധത്തിന്റെ പ്രാരംഭത്തിൽ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി എന്താണ് ചെയ്യുന്നത്? അഗാധത്തിന്റെ താക്കോലും പിടിച്ചുകൊണ്ട് ചങ്ങലയും പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കടന്നു വന്നിട്ട് എന്ത് ചെയ്യാണ്? സത്താനെയും അവന്റെ ദൂതന്മാരെയും പ്രൈസലോ അപ്പോൾ തന്നെ ഈ ദുരാത്മാ ശക്തികളായിരിക്കുന്നത് 1000 കോടി പാഴുശൂന്യമായിരുന്നായിരിക്കുന്ന ഭൂമി മുതൽ ഇന്നുവരെയും അന്നുവരെയും ഉള്ളതായിരിക്കുന്ന ദുരാത്മാക്കളെയും പ്രൈസലോ പിടിച്ചവന്തിയെയും അഗാധത്തിന്റെ കൂപത്തിൽ അവരെ പൂട്ടിയിടുവാനിടയാകും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഞാൻ എൻ്റെ വാക്കെന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പാഴും ശൂന്യവുമായിരിക്കുന്നതായ ഭൂമിയിലെ നിവാസികൾ ഒന്നാ പ്രൈസലോ വെട്ടേറ്റ് നിലത്തു വീണതായിരിക്കുന്നതായ സാത്താൻ, പ്രൈസലോ 2 പ്രൈസലോ അവനോട് കൂടെയുള്ളതായിരുന്നായ വീണുപോയതായിരിക്കുന്ന പ്രൈസലോ ദൂതന്മാരായിരിക്കുന്ന പൈശാചിക ശക്തികളാ, പ്രൈസലോ പൈശാചിക ദൂതന്മാർ. 3 പ്രൈസലോ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവന് എന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രൈസലോ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്ന അസ്ഥി മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്നതായ പ്രൈസലോ ദുരാത്മാക്കൾ അവിടെ എവിടെ ഉണ്ടായിരുന്നു? പുരാതന കാല ഭൂമി മുതൽ ഇന്നുവരെയും അസ്ഥിയും മജ്ജയും മാംസവും ഇല്ലാത്തവരായി അവരെന്ത് ചെയ്യാണ്? വികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരന്ത്യമുണ്ട്. അത് 1000 ആണ്ട് വാഴ്ചയിൽ അവരെ ബന്ധിക്കും. അതിൻ്റെ ശേഷമായിട്ട് അവരെ തുറന്നുവിടും. അതിൻ്റെ ശേഷമായിട്ട് അവരെന്തിയാണ്? നിത്യ നരകത്തിലേക്ക്, സാത്താനും അവരുടെ കൂട്ടർക്ക് ഒരുക്കിക്കുന്ന നിത്യ തീപ്പൊയ്കയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എന്തിയാണ്? അവൻ്റെ വായിലെ ശ്വാസത്താൽ അവരെ എന്തിയാണ്? നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളുവാനിടയാകും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളായിരിക്കുന്ന പഠനത്തിൻ്റെ മധ്യത്തിൽ ആയിരിക്കുന്ന ദൈവ പൈതലേ, ദൈവസന്നിൽ എന്ത് ചെയ്യാണ്? 8ാമത്തെ ക്ലാസ് നീ അറിഞ്ഞുകൊള്ളുക. പുരാതനകാല ഭൂമിയിൽ പ്രൈസലോട് ആരുണ്ടായിരുന്നു? ദുരാത്മാക്കളും
പൈശാചിക ശക്തികളായിരിക്കുന്ന വീണുപോയ ദൂതന്മാരും സാത്താനായിരിക്കുന്ന ലൂസിഫറും ഉണ്ടായിരുന്നു. അവർ അന്നു മുതൽ ഇന്നുവരെയും ആയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നീ മനസ്സിലാക്കുക. വിശുദ്ധന്മാർ മരിച്ചാൽ എന്തിയാണ്? അവർ കർത്താവിനോട് ചേരുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ കർത്താവിൽ നിദ്ര പ്രാപിച്ചാൽ അവർ പഴയ നിയമ പർദീസിലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ മരണത്തിൽ ബദ്ധന്മാരുടെ ആത്മാക്കളെ പിടിച്ചു ഉയരത്തിൽ കൊണ്ടുപോയി. ഇന്ന് പുതിയ നിയമ വിശുദ്ധന്മാർ മരിച്ചാൽ അവരുടെ ജീവനും പ്രാണനും ആത്മാവും കർത്താവിലൂടെ ദൈവത്തിൽ മറയപ്പെടുന്നു. ദുഷ്ടന്മാർ മരിച്ചാൽ അവരുടെ ആത്മാക്കൾ എന്തിയാണ്? പ്രൈസ്ലോ യാചനാ സ്ഥലത്താകുന്നു. അവരൊന്നും പുറത്തു വരുന്നില്ല. അവർ ഭൂമി ഊടാടി സഞ്ചരിച്ചു നടക്കുന്നില്ല. എന്നാൽ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു നടക്കുന്നതായിരിക്കുന്ന അവർ എന്തിയാണ്? പാഴും ശൂന്യമായിരിക്കുന്നതായ ഭൂമി മുതൽ ഇന്നുവരെയും ഉണ്ട്. അത് സാത്താനാണ്, സാത്താനിക ദൂതന്മാരാണ്. ഹല്ലേലൂയ! വീണുപോകാതിരിക്കുന്ന ദുരാത്മാക്കളാണ്. അഥവാ അസ്ഥി മജ്ജയും മാംസമില്ലാത്തായിരിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ ആത്മാക്കളാകുന്നു. അതുകൊണ്ട് നാളെ നമുക്ക് പ്രൈസ്ലോ ആദ്യമ ഭൂമിയിലേക്ക് കടന്നു വരാം എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ഇതുവരെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.